ഒരു ഉത്സാഹിയായ ഇൻഷുറൻസ് ഏജന്റായ ഏദൻ കാർട്ടർ ഫോമുകളുടെ ഒരു കൂട്ടം കൂടി മാറ്റുന്നതിനിടയിൽ നെടുവീർപ്പിട്ടു. അയാളുടെ നെറ്റി ഏകാഗ്രതയോടെ ചുളിഞ്ഞു. തന്റെ ക്ലയന്റുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന ഭാരത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പേപ്പറിന്റെ ഭാരം തോന്നി. ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ഒരു മികച്ച മാർഗം ഉണ്ടായിരിക്കണം. അയാൾ സ്വയം മന്ത്രിച്ചു. ചുറ്റുമുള്ള ഉയർന്ന കൂമ്പാരങ്ങളിലേക്ക് നോക്കി. ഏദൻ മടിച്ചുനിന്നു. തുടർന്ന് ടാബ്ലറ്റിലേക്ക് കൈനീട്ടി. ഡിജിറ്റലിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഒരു സഹപ്രവർത്തകനുമായി താൻ നടത്തിയ സംഭാഷണം ഓർമ്മിച്ചു. ഭാവിയെ സ്വീകരിക്കാനുള്ള സമയമാണിത്. ഉപകരണം പവർ ചെയ്യുമ്പോൾ കാര്യക്ഷമതയും ഓർഗനൈസേഷനും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉപയോക്തൃ സൗഹൃദ ഇന്റർഫേസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസത്തോടെ ഡാറ്റ എൻട്രി എന്ന ഒരു കാലത്ത് ബുദ്ധിമുട്ടുള്ള ജോലി ഇപ്പോൾ കാര്യക്ഷമവുമായി ഡിജിറ്റൽ ഫോമുകളിലൂടെ ഏഥൻ നാവിഗേറ്റ് ചെയ്യും. ഈ ആപ്പ് ഒരു ഗെയിം ചേഞ്ചറാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുറച്ച് ടാപ്പുകൾ കൊണ്ട് ക്ലയന്റ് വിവരങ്ങൾ എത്ര വേഗത്തിൽ ആക്സസ് ചെയ്യാനും ക്ലെയിമുകൾ പ്രോസസ് ചെയ്യാനും കഴിയുമെന്നതിൽ അത്ഭുതപ്പെട്ടു. താൻ ആരംഭിച്ച പരിവർത്തനാത്മക യാത്രയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഏദൻ കാപ്പി കുടിച്ചു. പേപ്പർ രഹിതമായ തീരുമാനം ഞാൻ ഇതുവരെ എടുത്തതിൽ വച്ച് ഏറ്റവും മികച്ചതായിരുന്നു, അദ്ദേഹം ചിന്തിച്ചു. ഉൽപാദനക്ഷമതയിലെ വർധനവിനെ മാത്രമല്ല, അത് തനിക്ക് നൽകിയ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തെയും വഴക്കത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. മരങ്ങളിൽ നിന്ന് ഇലകൾ നൃത്തം ചെയ്യുന്നത് കാണാൻ ഏഥൻ താൽക്കാലികമായി നിർത്തി. ഒരു പുതിയ ലക്ഷ്യബോധവും സംതൃപ്തിയും അനുഭവപ്പെട്ടു. മാറ്റം സ്വീകരിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല, പക്ഷേ പ്രതിഫലങ്ങൾ വിലമതിക്കുന്നു. തന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിലൂടെ തുറന്ന അവസരങ്ങൾക്ക് നന്ദിയുള്ളവനായി അദ്ദേഹം കരുതി. പുതിയ ഊർജ്ജസ്വലതയോടെ ദിവസത്തെ ജോലികൾ ചെയ്യാൻ തയ്യാറായി ഏഥൻ തന്റെ ക്സേരയിൽ ഇരുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്തപ്പോൾ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ആവേശം തോന്നാതിരിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വിജയവും നൂതനാശയങ്ങളും ഇതാ. ഡിജിറ്റൽ യുഗത്തിൽ തന്റെ യാത്ര തുടരാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പോളിസികൾ ഡിജിറ്റൽ ആയി ആനന്ദ ആപ്പ് വഴി ചെയ്ത് ഉയർന്ന വിജയം നേടും.